കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ 3 ഫോണുകളാണ് നോക്കിയ ലോഞ്ച് ചെയ്തത്. നോക്കിയ 6.1 പ്ലസ്, നോക്കിയ 5.1 പ്ലസ്, നോക്കിയ 3.1 പ്ലസ്. നോക്കിയ 3.1 പ്ലസ് കഴിഞ്ഞ ആഴ്ചയാണ് ലോഞ്ച് ചെയ്തത്. അതിനുശേഷം നോക്കിയയുടെ ഒരു പുതിയ ഫോൺ മാർക്കറ്റിലേക്ക് വരികയാണ്, നോക്കിയ 7.1 പ്ലസ്. ഇന്നലെ ചൈനയിൽ നോക്കിയ 7.1 പ്ലസ് ലോഞ്ച് ചെയ്തു. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയ 7.1 പ്ലസ് എന്ന് പറയുന്ന ഫോണിന്റെ വിലയും അതിന്റെ ഫീച്ചേഴ്സുമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ നോക്കിയ 7.1 പ്ലസിന്റെ എതിരാളി റിയൽമി 2 പ്രോ ആണ്. റിയൽമി 2 പ്രോ വാങ്ങണോ അതോ നോക്കിയ 7.1 പ്ലസ് വാങ്ങണോ? നോക്കിയ 7.1 പ്ലസിന്റെ ഡിസ്പ്ലേ 6.18 ഫുൾ HD ഡിസ്പ്ലേ ആണ്. 18.7:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള ഡിസ്പ്ലേ ആണ്. ഇതിന്റെ ബോഡി ടു സ്ക്രീൻ റേഷ്യോ 86.5 ആണ്. 2.5D കർവ് ഗ്ലാസ് ലഭിക്കും. ഫ്രണ്ട് സൈഡിനൊപ്പം ബാക്ക് സൈഡിലും ഇതിൽ ഗ്ലാസ് ആയിരിക്കും ലഭിക്കുക. ഡിസ്പ്ലേയുടെ മറ്റൊരു പ്രത്യേകത, നോച്ചോട് കൂടിയ ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. എത്ര മെഗാ പിക്സലിന്റെ ക്യാമറയാണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയാം. കുറച്ച് വലിപ്പമുള്ള നോച്ചാണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇപ്പോൾ നോച്ച് സൈസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ഇതിൽ കുറച്ച് വലിപ്പമുള്ള നോച്ച് ആയിരിക്കും ഡിസ്പ്ലേയിൽ നോക്കിയ 7.1 പ്ലസിൽ ലഭിക്കുക. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഡ്യുവൽ ക്യാമറയോടൊപ്പം ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഫേസ് അൺലോക്കും നോക്കിയ 7.1 പ്ലസിൽ ലഭിക്കും. ആൻഡ്രോയിഡ് 1 UI ലാണ് ഈ ഫോൺ ലഭിക്കുന്നത്. ഇതിൽ റൺ ചെയ്യുന്ന OS ആൻഡ്രോയിഡ് ഓറിയോ 8.1 ആണ്. മറ്റൊരു ഹൈലൈറ്റ് ഇതിന്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 710 ഒക്ടാ-കോർ പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2.2 GHz ഇത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രാഫിക്സ് യൂണിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് Adreno 616 ആണ്. ഈ പ്രോസസ്സറിന്റെ ഒരു പ്രത്യേകത, വളരെ പവർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഹൈ എൻഡ് ഗെയിമുകളോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ ഉപയോഗിക്കുകയോ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് ഈ പ്രോസസ്സർ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകത്തില്ല. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 710 എന്ന് പറയുന്ന പ്രോസസ്സറിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ പവർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 710. 3 വേരിയന്റിൽ ഈ ഫോൺ അവൈലബിൾ ആയിരിക്കും. ഒന്ന് 4GB റാമിൽ 64GB ഇന്റർണൽ സ്റ്റോറേജിൽ കൂടിയ ഫോണിന്റെ വില 18,000 രൂപയായിരിക്കും. അടുത്തത് 6GB റാമിൽ 64GB ഇന്റർണൽ സ്റ്റോറേജിൽ ലഭിക്കുന്ന ഫോണിന്റെ വില 21,200 രൂപയായിരിക്കും. മറ്റൊരു വേരിയന്റ് 6GB റാമിലാണ് ലഭിക്കുന്നത്. ഇതിൽ 128GB ഇന്റർണൽ സ്റ്റോറേജ് ഉണ്ടായിരിക്കും. ഇതിന്റെ വില 26,500 രൂപയായിരിക്കും. ഡ്യുവൽ വോൾട്ടേജ് സപ്പോർട്ടഡ് ആയിരിക്കും ഈ ഫോൺ. ടൈപ്പ് സി ചാർജിംഗ് കേബിൾ നിങ്ങൾക്ക് ലഭിക്കും. 3500 mAh ബാറ്ററി ഈ ഫോണിലുണ്ട്. ഞാൻ പറഞ്ഞു സ്നാപ്ഡ്രാഗൺ 710 എന്ന് പറയുന്ന പ്രോസസ്സർ വളരെ പവർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. എന്തായാലും 3500 mAh ബാറ്ററി ഈ ഫോണിന് ഓക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോടൊപ്പം തന്നെ 18 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ നിങ്ങൾക്ക് ഇതിന് ലഭിക്കും. ഒരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. ഇതിന്റെ ബോക്സിനുള്ളിൽ തന്നെ ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നതാണ്. നമുക്ക് തേർഡ് പാർട്ടി ചാർജറുകളൊന്നും വാങ്ങേണ്ട കാര്യമില്ല ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി. ഇനി ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയാം. റിയർ ക്യാമറ ഡ്യുവൽ ക്യാമറകളാണ്. ഒരെണ്ണം 12 മെഗാ പിക്സലിന്റെ ഡ്യുവൽ പിക്ചർ ആട്ടോ ഫോക്കസ് ക്യാമറയാണ് ലഭിക്കുക. ഈ ക്യാമറയ്ക്ക് f1.8 അപ്പർച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ക്യാമറയോടൊപ്പം OIS ഉണ്ടായിരിക്കും, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. രണ്ടാമത്തെ ക്യാമറ 13 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ഈ ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൈസ് ഒപ്റ്റിക് ലെൻസ് ആണ്. അപ്പോൾ റിയർ ക്യാമറയുടെ കാര്യത്തിൽ നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് നോക്കിയ 7.1 പ്ലസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 20 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഫ്രണ്ട് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. f2.0 അപ്പർച്ചറോട് കൂടിയായിരിക്കും ഫ്രണ്ട് ക്യാമറ ലഭിക്കുക. വിപണിയിൽ ഈ ഫോൺ മത്സരിക്കാൻ പോകുന്നത് റിയൽമി 2 പ്രോ എന്ന് പറയുന്ന ഫോണുമായിട്ടായിരിക്കും. നോക്കിയ 7.1 പ്ലസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 18,000 രൂപയാണ്. 18,000 രൂപയ്ക്ക് 4GB റാം വേരിയന്റ് ലഭിക്കുന്ന നല്ലൊരു ഫോൺ ആയിരിക്കും നോക്കിയ 7.1 പ്ലസ്. ഇപ്പോൾ റിയൽമി 2 പ്രോ ആണ് ആളുകൾ കൂടുതൽ വാങ്ങുന്നതെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നോക്കിയ 7.1 പ്ലസിന് തരാനായിട്ട് സാധിക്കും. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 710 ആണ്. എന്നാൽ റിയൽമി 2 പ്രോയില് സ്നാപ്ഡ്രാഗൺ 660 പ്രോസസ്സർ ആണ്. ഈ സ്നാപ്ഡ്രാഗൺ 660യേക്കാളും ഏകദേശം 25% കൂടുതൽ പെർഫോമൻസ് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 710 നിന്ന് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ വളരെ പവർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കും നിങ്ങൾക്ക് നോക്കിയ 7.1 പ്ലസിൽ ലഭിക്കുക. അപ്പോൾ റിയൽമി 2 പ്രോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അടുത്തതായിട്ട് വന്ന ഒരു പുതിയ ഓപ്ഷൻ ആണ് നോക്കിയ 7.1 പ്ലസ്. എനിക്ക് തോന്നുന്നു നോക്കിയ 7.1 പ്ലസിനേക്കാളും കുറച്ചുകൂടി ഡിസൈനിന്റെ കാര്യത്തിൽ റിയൽമി 2 പ്രോ ആയിരിക്കും മുമ്പിൽ നിൽക്കുക. പിന്നീടുള്ളത് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തെ കുറിച്ച് പറയേണ്ടതില്ല. നോക്കിയയുടെ ഫോണുകൾക്കൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ ഡിസൈനിന്റെ കാര്യത്തിൽ നോക്കിയ ഒട്ടും പറയലല്ല, പ്രീമിയം ലുക്ക് തന്നെയാണ് നമുക്ക് നോക്കിയയുടെ ഫോണുകളിൽ ലഭിക്കുക. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നോക്കിയ 7.1 പ്ലസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട്. ഇതൊരു വാല്യൂ ഫോർ മണി ഫോൺ ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തായിട്ടുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.